പറഞ്ഞു, സലാം അടക്കുന്നില്ല. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്നോട് പിണങ്ങിയോ ഫാത്തിമ? എന്തേ നീ എന്റെ സലാം അടക്കാത്തത്? മണിയറയിൽ പിണങ്ങിക്കിടക്കുന്ന, കിടപ്പറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാർ തങ്ങൾ തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ഒന്നാമത്തെ രാത്രി പോയി ഇരുന്നിട്ട് ചോദിക്ക, എന്തേ ഫാത്തിമ നീ എന്റെ സലാം അടക്കാത്ത? എന്നെ മറന്നു ഫാത്തിമ? വീണ്ടും സലാം പറഞ്ഞു, സലാം അടക്കണില്ല. അലിയാർ തങ്ങൾ ചോദിക്ക, എന്തേ നീ എന്നോട് പിണങ്ങേ? മടക്ക് ഫാത്തിമ, എന്നെ മറന്നു പോകല്ലേ ഫാത്തിമ? രണ്ടാമതും സലാം പറഞ്ഞിട്ടും അടക്കാതെ വന്നപ്പോ അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ മുകളിൽ കൈവച്ചിട്ട് ആ ഖബറിനോട് ചോദിച്ചു, അലിയാർ തങ്ങൾ ഖബറെ, എന്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എന്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറക്കകത്ത് ചിരിക്കുന്ന മുഖത്തോടെ കേറി വന്ന എന്നോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെക്കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെക്കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നവളാ എന്റെ ഭാര്യ. എന്റെ മണിയറയിലിരുത്തിയിട്ട് ഈ മണ്ണറ മണിയറയാക്കാൻ മുസല്ല വിരിച്ചിട്ട് നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. ആ ഫാത്തിമയാണ് നിന്റെ വയറിന്റെ അകത്ത് കിടക്കുന്നത്, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്നത്. എന്റെ ഫാത്തിമയുടെ വിശേഷമെന്ത് എന്ന് ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട